സഞ്ജുവിനെ കണ്ടില്ലല്ലോടി. അവരവിടെ എങ്ങനെ ഉണ്ടാവും അമ്മേ? സഞ്ജുവിന് പിണ്ടിത്തോരൻ വലിയ ഇഷ്ടമാണെന്ന് പറഞ്ഞു. അവൻ വന്ന് കഴിച്ചോളൂ. അച്ഛമ്മേ, ഈ പിണ്ടി കഴിച്ചാ സൗന്ദര്യം കൂടുവോ? പിന്നെ നല്ല സൗന്ദര്യം മുക്കിലും അതല്ലേ ഞാനിങ്ങനെ ഇരിക്കുന്നേ. ആണോ? ശരിക്കും? അതിന് അമ്മക്ക് സൗന്ദര്യം ഉണ്ടെന്ന് ആരാ പറഞ്ഞേ? എനിക്ക് സൗന്ദര്യമുണ്ട്. അച്ഛമ്മയ്ക്ക് നല്ല സൗന്ദര്യമുണ്ട്. ഞാനേ പഴയ കാലത്ത് കേട്ടോ മക്കളെ, ഈ പിണ്ടിയും ചേനയും കാച്ചിലും ഒക്കെ തിന്നിട്ടാണ് ഇതുപോലെ സൗന്ദര്യം അതുപോലെ നല്ല ആരോഗ്യത്തോടു കൂടി ഇരിക്കുന്നു. എന്നാ ചേച്ചി കുറച്ചും കൂടി എടുത്ത് കഴിക്കും, സൗന്ദര്യം കൂടട്ടെ. ഞാൻ കഴിച്ചോളാം. നിനക്ക് വേണ്ടേടി? വേണ്ട. എന്താ നിനക്ക് സൗന്ദര്യമൊന്നും വേണ്ടേ? വേണ്ട. അത് പറഞ്ഞപ്പോഴാ ഇനി അപ്പൂപ്പന്റെ വീട്ടിന് ഒരു സാധനം ഇങ്ങോട്ടേക്ക് കൊണ്ടുവരണ്ടേ? ഞാൻ ഞങ്ങളുടെ വീട്ടിൽ നിന്നെല്ലാം കൊണ്ടുപോകും. ആണോ? അപ്പൂപ്പൻ ഭയങ്കര ഉടായിപ്പാണ്. മിഠായിലൊക്കെ കയറിയിട്ട് ശർക്കര തരും. അതും ശർക്കര അല്ല, ഉപ്പിലിട്ട ശർക്കര. അത് നിന്റെ കാലാപ്പൂപ്പനാ. എന്റെ അപ്പൂപ്പനെ പറഞ്ഞോണ്ടല്ലോ. എന്തായി കഴിഞ്ഞാൽ എൻ്റെ അച്ഛൻ ശർക്കരയൊന്നും കൊടുത്തിട്ട് പിള്ളേരെ പറ്റിക്കാറില്ല. നല്ല ഒന്നാം തരം ചോക്ലേറ്റ് ഞാൻ മേടിച്ചു കൊടുക്കാറ്. ഡയറി മിൽക്ക്, നാരങ്ങ മിഠായി. ആഹാ, എന്തായാലും ചോക്ലേറ്റിനൊക്കെ നല്ലതാണ് വാഴപ്പിണ്ടി, അല്ല അച്ഛമ്മേ? പിന്നെ അത് ഇവർക്കൊന്നും അറിയില്ല മക്കളെ. ഞാൻ എന്തായാലും നന്നായി കഴിക്കാൻ പോവാം. കഴിക്കും. ആവശ്യമുള്ളവരെടുത്ത് കഴിച്ചോ. നീ മുഴുവൻ കഴിച്ചോടി. ഞാൻ കഴിക്കും. അമ്മേ, ഓരോരാൾക്ക് ഓരോ ഭക്ഷണം ഇഷ്ടം ഉണ്ടാവൂലേ? നമുക്കത് ഇഷ്ടമല്ല, പിന്നെ എന്തിനാ നിർബന്ധിക്കുന്നേ? ഇത് നോക്കുന്നേ കണ്ണുണ്ടായിട്ട് അടി ഉണ്ടാക്കാണ്ട് കഴിക്കുവോ? അല്ലെങ്കിൽ ആഹാരം ഇപ്പൊ കഴിക്കാൻ പറ്റാതായി. ഈ നെഞ്ചത്ത് കെട്ടല് തന്നെയാ. സമാധാനമായിട്ട് കഴിയും. അച്ഛമ്മ തുപ്പല്ലേ. ഞാനൊന്നും ചെയ്യുന്നില്ല. ഞാൻ എന്താ പറഞ്ഞാലും ഒരു കളിയാക്കലാടി. സമാധാനം തരില്ല തിന്നുന്നിടത്ത്. എന്നാ ഒരു കാര്യം ചെയ്തോ, അമ്മ ഭക്ഷണം ഉണ്ടായപാട് ഒറ്റക്ക് എടുത്ത് കഴിച്ചോ. പിള്ളേരൊക്കെ പിന്നീട് കഴിച്ചോട്ടെ. എന്നാ പിന്നെ ഒരു പ്രശ്നമില്ലല്ലോ. സമാധാനത്തിൽ കഴിച്ചിട്ട് എണീറ്റ് പോവുകയും ചെയ്യാം. കൊള്ളാലോടി നിന്റെ മനസ്സിലിരിപ്പ്. എന്നെ ഒറ്റയ്ക്ക് ഇരുത്താനോ നിനക്ക്? നമ്മുടെ കൂടെ ഇരിക്കോ വേണമെങ്കിൽ പിള്ളേർ അത് പറഞ്ഞ് ഇത് പറഞ്ഞിട്ട് പ്രശ്നം ഉണ്ടാക്കുകയും ചെയ്യണം. എന്തൊരു കഷ്ടമെന്ന് പറഞ്ഞാൽ ശാപ്പാട് കഴിക്കാനും എന്നെ ഒറ്റയ്ക്ക് ഇരുത്ത് വന്ന് ഇത്ര കാര്യം വേണ്ടി ഞാൻ എന്നാ പറഞ്ഞത്? അമ്മ പിള്ളേരാമ എന്തെങ്കിലുമൊക്കെ പറയുന്നതല്ല, അതൊക്കെ തമാശ എടുത്താ പോരെ. ഇത് അച്ഛമ്മ സമാധാനം കഴിച്ചാൻ ഒന്നുമില്ല. ഇച്ചിരി ഇങ്ങോട്ട് കൊടുപ്പൻ കൊടുക്കട്ടെ, അല്ല വാഴപ്പിണ്ടി കൊടുക്കട്ടെ. ഞാനും മക്കളും ഇവിടെ ഇല്ലാണ്ടിരിക്കുമ്പോ നമുക്ക് അതിന്റെ ഇത് മനസ്സിലാവുള്ളൂ. ഈ വീട് ഉറങ്ങിയിട്ടുണ്ടാവും. കണ്ണുനീരൊന്നും വരുന്നില്ലല്ലോ അച്ഛമ്മ. മിണ്ടാണ്ടിരിക്കി അച്ഛമ്മ. കുഴപ്പമില്ല, കുറച്ചും കൂടെ വാഴപ്പിണ്ടി ആറ്റേ. എനിക്കൊന്നും വേണ്ട, സമാധാനം തന്നാ മതി.